ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ പർവ്വത പ്രസംഗമാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം കാണുന്നത്. ആ പ്രഭാഷണത്തിലെ ആദ്യത്തെ ഭാഗമാണ് നാം ഇന്നിവിടെ ധ്യാനിക്കുന്നത്. ഇംഗ്ലീഷിൽ ഈ ഭാഗത്തിന് ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നു. നമ്മിൽ കാണേണ്ട ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളാണ് ഈ 8 ബിയാറ്റിറ്റ്യൂഡ്സ്. ഈ സ്വഭാവ ഗുണങ്ങളുള്ളവരെ ഭാഗ്യവാന്മാർ എന്നാണ് മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമം എഴുതിയതായ ഗ്രീക്ക് ഭാഷയിൽ മക്കാരിയോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ടു ബി സ്പിരിച്വലി അപ്രൂവ്ഡ് ബൈ ഗോഡ് എന്നാണ്. ഈ 8 ബിയാറ്റിറ്റ്യൂഡ്സ് ഉള്ളവരെ ഭാഗ്യവാന്മാർ എന്നതിലുമുപരി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരെന്ന് യേശുക്രിസ്തു വിളിക്കുന്നു. ഈ നോമ്പിൻ്റെ നാളുകളിൽ എങ്ങനെ നമുക്ക് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരാകാം? മത്തായി 5:3 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും തകർച്ചയും ദൈവത്തോട് ഏറ്റുപറയുകയും തങ്ങളെ തന്നെ താഴ്ത്തി വിനയപ്പെട്ട് പാപക്ഷമയ്ക്കും ദൈവകരുണയ്ക്കും കേണപേക്ഷിക്കുന്നവരും ദൈവത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ആഴമായ ആത്മീയ വാഞ്ചയുമുള്ളവരാണ് ആത്മാവിൽ ദരിദ്രരായവർ. പാപമോചനത്തിലുള്ള നമ്മുടെ ആവശ്യം അംഗീകരിക്കുമ്പോൾ പിതാവ് നമ്മോട് പ്രതികരിക്കുകയും കുരിശിൻ്റെ വീണ്ടെടുപ്പ് ശക്തിയിലൂടെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി നമ്മെ തീർക്കുകയും ചെയ്യുന്നു. മത്തായി 5:4 ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ദുഃഖിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അരികിൽ വരികയും നമ്മുടെ വേദന അനുഭവിക്കുകയും നമ്മുടെ കണ്ണുനീർ കാണുകയും നമ്മെ ആശ്വസിപ്പിക്കാൻ ഇടപെടുകയും ചെയ്യുന്നു. നമ്മുടെ ദുഃഖം നമ്മുടെ ആശ്വാസത്തിന് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതിനും അങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിനും ഉപകരിക്കുന്നു. മറ്റവർക്ക് ആശ്വാസമേകുന്നവരാണോ നാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 3-ാമത്തെ ബിയാറ്റിറ്റ്യൂഡ് മത്തായി 5:5 കാണാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് അനുരൂപമായി തീരുമ്പോൾ, നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ഏത് പ്രതിസന്ധികളെയും ശാന്തതയോടെ നാം നേരിടുമ്പോൾ വരുവാനുള്ള ദൈവരാജ്യത്തിന് നാം അർഹരായി തീരും. യേശുക്രിസ്തുവിൻ്റെ സൗമ്യത നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. മത്തായി 5:6 നമുക്ക് അടുത്ത സ്വഭാവഗുണം ദർശിക്കാം. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ സ്വന്തം ജീവിതത്തിലും സമൂഹത്തിലും നടക്കുന്ന അനീതികളെ ഇല്ലായ്മ ചെയ്യാൻ വാഞ്ചിക്കുന്നു. അങ്ങനെയുള്ളവരെ ദൈവം അംഗീകരിക്കുന്നു, അവർ തൃപ്തരാകും. അനീതിക്കെതിരെ പ്രാർത്ഥിക്കുന്നവരും പ്രയത്നിക്കുന്നവരുമാണോ നമ്മൾ? മത്തായി 5:7 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മോട് തെറ്റ് ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാം. പകരം വീട്ടുന്നതിന് പകരം കരുണ കാണിക്കാം. അങ്ങനെയുള്ളവരോട് ദൈവവും കരുണ കാണിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് മത്തായി 5:8 രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസികളായ നാം വെല്ലുവിളികളുടെയും കഷ്ടതയിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നു പോകുമ്പോൾ അത് നമ്മെ തകർക്കുകയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയുമാണ് ചെയ്യുന്നത്. മത്തായി 5:9 സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് യഥാർത്ഥമായ ദൈവിക സമാധാനം ലഭിച്ചവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവിക സമാധാനം നാം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. മത്തായി 5:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 8-ാമത്തെ ബിയാറ്റിറ്റ്യൂഡ്സ് നമുക്ക് കാണാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നാം ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്ക് അനേകം കഷ്ടതകളും ഉപദ്രവങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അവൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടപ്പെടുവാൻ യോഗ്യരായി കണക്കാക്കപ്പെട്ടതിൽ നാം സന്തോഷിക്കണം. സ്വർഗവും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നു. ഈ 8 ബിയാറ്റിറ്റ്യൂഡ്സും അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക മാത്രമല്ല, സ്നേഹത്തിൻ്റെയും കരുണയുടെയും താഴ്മയുടെയും ദൈവത്തിന് പ്രസാദമുള്ളതുമായ ജീവിതം നയിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. ഈ നോമ്പിൻ്റെ വേളയിൽ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഈ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും പകർത്താം. അങ്ങനെ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരായി അനുഗ്രഹീതമായൊരു ജീവിതം നമുക്ക് നയിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.